അതെ അതെ അതെ, കാർത്തികേയ മുതലാളിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇവിടെ ഇല്ല, അച്ഛൻ എത്ര പ്രാവശ്യം വന്നുപോയി വിളിച്ചിട്ട് ഹോസ്പിറ്റലാണ്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഞാനൊരു ഓൺലൈൻ ചാലിന്ന് കാർത്തികേയ മുതലാളി വരാൻ പറഞ്ഞിരുന്നു. കാർത്തിക മുതലാളി ഇവിടെ ഇല്ല. ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ്, അത് നടക്കൊന്നുമില്ല. വെറുതെ എന്തിനാ കാര്യങ്ങൾ. അല്ല, അത് മാത്രല്ല, ഒരു ഇന്റർവ്യൂ തരാൻ പറഞ്ഞു. നടക്കൂല മോനെ, അതൊന്നും നടക്കൂലെന്ന്. ഹലോ, ഒരു മിനിറ്റ്. ഹലോ, എടാ നീ അത് സെറ്റിൽ ചെയ്യാത്. പൈസ കൂടുതലാണെങ്കിൽ സെറ്റിൽ ചെയ്യാനോ? സെറ്റിൽ ചെയ്തിട്ട് വിളിക്കും. അത് എത്ര രൂപയാണ് സെറ്റിൽ ചെയ്യും? അപ്പൊ നമ്മൾ പറഞ്ഞു കാർത്തിക മുതലാളി ഹോസ്പിറ്റൽ കേസായിട്ട് അടക്കല്ലേ? മുതലാളി ഹോസ്പിറ്റലിലാ? പിന്നല്ലാതെ. അപ്പൻ മാറ്റിലൊഴിച്ച് കരിക്കുടിച്ചെന്ന് പറഞ്ഞ് മകൻ എന്ത് ചെയ്ത് വോട്ട്കേല് കരിക്കുടിച്ചടിച്ച് വയറിളക്കം വന്നുപോയില്ലേ? ഹോസ്പിറ്റലിലായിരുന്നു. വയറിളക്ക് ലംബായില്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റല് പിഴിഞ്ഞെടുത്ത് നല്ല എമൗണ്ടായി. എന്തു പറയാനാണ്. പോരാത്തതിന് മറ്റേ ജാനകിയുടെ ഹോസ്പിറ്റലിൽ പോയി തല്ലി തകർത്ത്. ഞാനാ വീഡിയോ എടുത്ത് വൈറലാക്കിയത്. ന്യൂസ് അടിച്ചത് നീയാണോ? അപ്പൊ വീഡിയോ എടുത്ത് 1 മില്യൺ. അതെ. എന്റെ പൊന്നു മോനെ, നീയൊക്കെ കാരണം ഉണ്ടല്ല ഹോസ്പിറ്റൽ അസോസിയേഷൻകാര് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേക്ക്. അതിന്റെ കേസ് വേറെ. ആകെ മൊത്തം പ്രശ്നമാണ്. പക്ഷെ എന്റെ പൊന്നു. അപ്പൊ കാർത്തിക മുതലാളി ഇപ്പൊ ഹോസ്പിറ്റലിലാണോ? ഹോസ്പിറ്റലല്ല, പോലീസ് സ്റ്റേഷനിലാ. എന്തിന്? നല്ല ചോദ്യം. എടാ, ഈ ജാനകിയുടെ ഹോസ്പിറ്റലിൽ തല്ലി തകർത്താ. അപ്പൊ അതിനു വേണ്ടി ഡെയിലി ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണം. ജില്ല വിട്ട് പോകാൻ പാടില്ലെന്ന ഉത്തരവ്. അപ്പൊ അതിന് വേണ്ടിട്ട് പാലക്കാട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് വക്കീലിനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടിരിക്കുക. എന്താ പരിപാടി എന്ന് ഒരു ഐഡിയ ഇല്ല. പാലക്കാട് എന്താ കാര്യം? മുണ്ടക്കൽ രാജേന്ദ്രനും നടേശനും പിള്ളേരും ഇവിടെ ഒന്ന് തല്ലു വാങ്ങി പോയ കഥ നീ അറിഞ്ഞിട്ടില്ല? അപ്പൊ കാർത്തികേയ മുതലാളി രാജേന്ദ്രന്റെ മുഖത്തേക്ക് ഒരു ഡയലോഗ് ആച്ചി, അളിയാന്ന് വിളിച്ച്. രാജേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല. നീ ഏത് വകുപ്പിലാണ് എന്റെ അളിയനാവണേന്ന് ചോദിച്ചു കാർത്തിക മുതലാളിയോട്. അപ്പൊ കാർത്തിക മുതലാളി പറഞ്ഞു, അയ്യോ ശരിയാണല്ലോ, എനിക്ക് പെങ്ങന്മാരൊന്നും ഇല്ല എനിക്ക് കെട്ടിച്ചേരാനായിട്ട്. അപ്പൊ കാർത്തിക മുതലാളി പറഞ്ഞു, പാലക്കാട് ചുങ്കത്തുള്ള ശാരദ ചേച്ചിയുടെ മകൾ കനകറാണിയെ ഞാൻ എന്റെ പെങ്ങളായിട്ട് കണ്ട് നിനക്ക് ഞാൻ കെട്ടിച്ചേരാനാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി രാജേന്ദ്രൻ വീട്ടിൽ പോയി. പിന്നെ അവൻ റീല് കണ്ട് ഇൻസ്റ്റ മുഴുവൻ തപ്പി. കാർത്തിക മുതലാളിയോട് വിളിയാണ് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? അപ്പൊ പോലീസ് സ്റ്റേഷനില? അല്ല, വക്കീലായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കേ. കാർത്തിക മുതലാളിക്ക് ജില്ല വിട്ട് പുറത്തു പോകാൻ പറ്റില്ലല്ല. അതല്ലേ നേരത്തെ പറഞ്ഞ് ഒപ്പിടാൻ വേണ്ടി പോണോന്ന് എല്ലാ ദിവസവും. ജാനകിയുടെ ഹോസ്പിറ്റലിൽ തല്ലി പൊളിച്ചത് കൊണ്ട് എല്ലാ ദിവസവും പോയി സ്റ്റേഷനിൽ ഒപ്പിടണം. ഉത്തരവ് എന്താണ്? ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല. രാജേന്ദ്രനാണ് ഈ വീട്ടിന്റെ പുറത്തൊന്നും പോണില്ല. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനാണ് ഇപ്പൊ വക്കീലിനെ കൂടി സ്റ്റേഷനിൽ പോയേക്കണത്. എന്ത് ചെയ്യാവോ നട്ടോടെ നോക്കാനായിട്ട്. അതിന്റെ ഇടയ്ക്കാണ് നിന്റെ ഇന്റർവ്യൂ. എന്നിട്ട് പോടാ. അല്ല, അപ്പൊ ഇന്റർവ്യൂ കിട്ടൂലേ? പിന്നെ കിട്ടും. എന്ത് ചെയ്യുന്ന ഒരു നടപടി ഇല്ലാതിരിക്കുമ്പോഴാണ് നിന്റെ ഇന്റർവ്യൂ ആയിട്ട് വന്നത്. ചെല്ലാൻ നോക്കു നീ. ശരിയെന്നാ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, നിങ്ങൾ പാലക്കാട് എന്നെയും കിട്ടും. എന്തിനാ? അല്ല, ഒരു റീൽ എടുക്കാൻ. ഒന്ന് പോയടാ.